ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലൊരു ഗ്ലാമർ എൻജിൻ പണി ഉണ്ടായിരുന്നു. എൻജിൻ പണി എന്ന് വെച്ചാൽ ഫുൾ എൻജിനല്ല, പിസ്റ്റൺ മാറിക്കയറ്റണം. അപ്പം നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു. അപ്പം പിസ്റ്റൺ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പിസ്റ്റൺ മാറ്റി വാൽവൊക്കെ സെറ്റ് ചെയ്ത് പോളിസിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എൻജിനെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓയിലിലെ പമ്പിങ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി നമ്മളതിൻ്റെ ടാപ്പറ്റിൻ്റെ മുകളിൽ വരുന്ന നട്ട് ആ കപ്പ് തുറന്ന് വെച്ച് നോക്കും. അതിപ്പോൾ സ്പ്ലെൻഡറിൻ്റെ ആണെങ്കിലും ഏത് വണ്ടിയുടെ ആണെങ്കിലും നമ്മുടെ ഓയിലിൻ്റെ സർക്കുലേഷൻ കറക്റ്റാണെന്ന് എൻജിൻ പണിത് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഹെഡ് സൗണ്ട് വരുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരുന്നു. അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓയിലിൻ്റെ പമ്പിങ് കുറവ്. ആ പമ്പിങ് കുറവ് കാരണം എന്നാ നോക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്ലച്ചിനകത്ത് വരുന്ന ഫിൽട്ടർ ബ്ലോക്കാണ്. അപ്പം നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിലിണ്ടർ കിറ്റ് മാറുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഫിൽറ്ററെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലച്ച് കവർ പാക്കിങ്ങും ഒക്കെ മാറ്റി കയറ്റി സെറ്റ് ചെയ്ത് ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത്, അപ്പം എൻജിൻ്റെ ഹെഡിൻ്റെ അവിടുന്ന് ഓയിൽ പമ്പിങ് ഉണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ പമ്പിങ് വരണം, ഇല്ലെങ്കിൽ ഈ ഹെഡിനകത്ത് ഡാമേജ് ഉണ്ടാകും. ഹെഡിനകത്ത് ഡാമേജ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടാകും. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.